ഹിജറ 10-ാം വർഷം ദുൽഹജ്ജ് 9 അറഫ മൈതാനിയിൽ വെച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അന്ത്യപ്രസംഗം. ജനങ്ങളെ ശ്രദ്ധിക്കുക, ഈ വർഷത്തിനു ശേഷം നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഒത്തുചേരും എന്നെനിക്ക് തീർച്ചയില്ല. അതിനാൽ ഞാൻ പറയുന്നത് കരുതലോടെ കേൾക്കുക. എൻ്റെ വാക്കുകൾ ഇന്നിവിടെ സമ്മേളിക്കാൻ കഴിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ജനങ്ങളെ, പരിശുദ്ധമെന്ന് നിങ്ങൾ കണക്കാക്കുന്ന ഈ മാസത്തെ പോലെ, ഈ ദാനത്തെപ്പോലെ, ഈ വിശുദ്ധ നഗരത്തെപ്പോലെ ഓരോ മുസ്ലിമിൻ്റെയും ജീവനും സമ്പത്തും പവിത്രമായി നിങ്ങൾ കണക്കാക്കുക. നിങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് വസ്തുക്കൾ അവയുടെ യഥാർത്ഥ ഉടമകൾക്ക് തിരിച്ചേൽപ്പിക്കുക. നിങ്ങൾ ആരെയും ദ്രോഹിക്കരുത്. അങ്ങനെ ആരും നിങ്ങളെയും ദ്രോഹിക്കാതിരിക്കട്ടെ. ഓർക്കുക, നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി തീർച്ചയായും ചോദ്യം ചെയ്യുന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് പലിശ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതിനാൽ പലിശ സംബന്ധിച്ച എല്ലാ ബാധ്യതകളും ഇന്നു മുതൽ ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മതത്തെ സംരക്ഷിക്കാനായി നിങ്ങൾ പിശാചിനെ കരുതിയിരിക്കുക. കാരണം ഇനിയും വലിയ പാപങ്ങളിലൂടെ നിങ്ങളെ തെറ്റിക്കാൻ എന്നെങ്കിലും കഴിയും എന്നവന് പ്രതീക്ഷയില്ല. അതിനാൽ ചെറിയ കാര്യങ്ങളിൽ അവനെ പിൻപറ്റുന്നത് നിങ്ങൾ ഭയപ്പെടുക. ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളിൽ ചില നിശ്ചിത അവകാശങ്ങൾ ഉണ്ടെന്നത് ശരി തന്നെ. അതുപോലെ അവർക്ക് നിങ്ങളിലും അവകാശമുണ്ട്. അവർ നിങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം മാന്യവും ഔദാര്യപൂർണവുമായ വസ്ത്രത്തിനും ഭക്ഷണത്തിനും അവർക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ സ്ത്രീകളോട് ഉത്തമമായും കരുണാപൂർവവും വർത്തിക്കുക. കാരണം അവർ നിങ്ങളുടെ പങ്കാളികളും നിങ്ങളെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. നിങ്ങൾ അംഗീകരിക്കാത്ത ആരുമായും അവർ മൈത്രിബന്ധം പുലർത്തരുതെന്ന് നിങ്ങളുടെ അവകാശമാണ്. അതുപോലെ അവർ വ്യഭിചരിക്കുകയും അരുത്. ജനങ്ങളെ ശ്രദ്ധിക്കുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. നിത്യവും 5 നേരം പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുക. റംസാൻ മാസത്തിൽ ഉപവസിക്കുക. നിങ്ങളുടെ സക്കാത്ത് നൽകുക. സാധ്യമെങ്കിൽ ഹജ്ജ് നിർവഹിക്കുക. അറിയുക, ഒരു മുസ്ലിം മറ്റേതൊരു മുസ്ലിമിൻ്റെയും സഹോദരനാണ്. നിങ്ങളെല്ലാം സമന്മാരാണ്. ആർക്കും ആരേക്കാളും മേന്മയില്ല, ദൈവഭക്തിയും സൽപ്രവർത്തനങ്ങളും മുഖേനയല്ലാതെ. ഓർമ്മിക്കുക, ഒരിക്കൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ന്യായം ബോധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനാൽ കരുതിയിരിക്കുക. ഞാൻ വിട്ടുപിരിഞ്ഞാലും നിങ്ങൾ നന്മയുടെ മാർഗം കൈവടിയരുത്. ജനങ്ങളെ, എനിക്ക് ശേഷം പുതിയൊരു പ്രവാചകനോ ദൈവദൂതനോ വരാനില്ല. പുതിയൊരു ആദർശം ജന്മമെടുക്കാനുമില്ല. അതിനാൽ ജനങ്ങളെ, നന്നായി ചിന്തിക്കുകയും ഞാൻ നിങ്ങൾക്കായി നൽകിയ സന്ദേശം വേണ്ട പോലെ ഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങൾക്കായി 2 കാര്യങ്ങൾ ഞാനിതാ വിട്ടേച്ചു പോകുന്നു: പരിശുദ്ധ ഖുർആനും എൻ്റെ ജീവിതചര്യയും. ഇവ രണ്ടും നിങ്ങൾ പിൻപറ്റുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നവർ മറ്റുള്ളവർക്കും അവർ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കട്ടെ. എൻ്റെ ഈ വാക്കുകൾ പിന്നീട് മനസ്സിലാക്കുന്നവർ ഒരുപക്ഷെ നേരിട്ട് കേൾക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. അല്ലാഹുവേ, ഞാനിതാ നിന്റെ സന്ദേശം നിന്റെ ജനതയ്ക്ക് എത്തിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നീ തന്നെ സാക്ഷി, നീ തന്നെ സാക്ഷി, നീ തന്നെ സാക്ഷി. ആമീൻ യാ റബ്ബുൽ ആലമീൻ.